എന്തായാലും ചേച്ചി വന്ന വഴി നമ്മളൊരു പുതുമുഖമായി വന്ന വഴിയിലെ വിശേഷങ്ങളൊക്കെ സംസാരിച്ചു. അതുപോലെ ഇന്നൊരു പുതിയ ടാലന്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. ആ ഒരു കലാകാരിയെ വിളിക്കാനുള്ള സമയമാണ്. നല്ലൊരു ഗായികയാണ്, ചേച്ചിയുടെ വലിയൊരു ആരാധികയാണ്. അപ്പം ആദ്യമായിട്ടാണ് ഒരു വേദിയിലേക്ക് വരുന്നത് പാട്ട് പാടാൻ. അപ്പൊ എന്തായാലും ആ ഒരു കുട്ടിയെ നമുക്ക് വെൽക്കം ചെയ്യാം, എന്നിട്ട് വിശേഷങ്ങളൊക്കെ സംസാരിക്കാം. സോ നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ശ്രുതി മേനോൻ. അപ്പോൾ നമ്മുടെ റെഡ് കാർപ്പറ്റ് ഫാമിലിയിലേക്ക് സ്വാഗതം. താങ്ക് യു സോ മച്ച്. എന്തായാലും ഒരു ഹ്യൂജ് ഫാനാണ്. അപ്പോൾ ചേച്ചി എന്നെ ചോദിക്കൂ. അല്ല, പേരിൽ തന്നെ ശ്രുതി ഉണ്ടല്ലോ. അപ്പോ എങ്ങനെയാണ് പാട്ട് പഠിച്ചിട്ടുണ്ടെന്നാണ്? 15 years ആയിട്ട് പഠിക്കുന്നു അല്ലേ? അതെ, പഠിക്കുന്നുണ്ട് മാം. പക്ഷെ ബികോം ഗ്രാജുവേറ്റ് ആണ്. ഇപ്പൊ എന്താണ് ചെയ്യുന്നത്? പാട്ടിലേക്ക് വരാനുണ്ടായിരുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനാണ്. തീർച്ചയായിട്ടും അച്ഛൻ പാടും. അച്ഛൻ്റെ ത്രൂ ആണ് എനിക്കും ഏട്ടനും ടാലന്റ് കിട്ടിയത്. അതിനുശേഷം പിന്നെ ഞാൻ പഠിച്ചു തുടങ്ങിയതൊക്കെ എൻ്റെ ഇൻട്രസ്റ്റിന് കുറേം കൂടെ ഇൻട്രസ്റ്റോടെ കേൾക്കാൻ തുടങ്ങി പാട്ടുകൾ. നമ്മളുടേതായിട്ടുള്ള ചെറിയ ഇൻവെസ്റ്റ്മെന്റ്സ് അങ്ങനത്തെ ഇതെല്ലാം ഞാൻ മാമിനെ കണ്ടിട്ടുണ്ട്. ഞാൻ പാലക്കാടാണ് എന്റെ ഭർത്താവ് പാലക്കാട്. അപ്പം അവിടെ വലിയപാടം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും മാം ഒരിക്കൽ പെർഫോം ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവിടെ മാമിന്റെ പ്രോഗ്രാം കാണാൻ പോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഏതെങ്കിലും ഒരു പാട്ട് എന്നാ മാമിന്റെ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് വേണമെങ്കിൽ ഒന്ന് പാടിക്കൊടുത്തോ? അല്ലേ? തീർച്ചയായിട്ടും. എനിക്ക് അത് മാമിന്റെ കൂടെ പാടാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും. ഏത് പാട്ട്? അയാൾ എന്ന് പറഞ്ഞ മൂവിക്ക് വേണ്ടിയിട്ട് ഞാനിടം വലം നോക്കാതെ കാത്തു നിന്നു വടക്കിനി പൂമുഖത്തന്നൊരിക്കൽ ഞാനിടം വലം നോക്കാതെ കാത്തു നിന്നു കാണാതെ വന്നു കണ്ണൊന്നു പൊത്തി മെല്ലെ മെല്ലെ മീ തഴുകി ആരും ആരും കാണാതെ വടക്കിനി പൂമുഖത്തന്നൊരിക്കൽ ഞാനിടം വലം നോക്കാതെ കാത്തു നിന്നു. ഒരു ബെസ്റ്റ് ഒരു ഫാൻ മൊമെന്റ് ആണ് നമ്മൾ ഇവിടെ കണ്ടത്. എനിക്ക് പാടാൻ അറിയാത്തോണ്ട്, അല്ലെങ്കിൽ ഞാൻ സത്യത്തില് പാടുന്നേ ഇല്ല. ഇല്ല, ഞാൻ പാടില്ല. ഞാൻ പഠിപ്പിച്ചു തരാം. ഒരു ലൈൻ നമുക്ക് ട്രൈ ചെയ്യാം. ഈ പാട്ട് വേണ്ട, വേറെ പാട്ട് എന്തെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള പാട്ട്. സിമ്പിൾ പാട്ട് എന്ന് പറയും. നമ്മള് ഒരുപാട് ക്വസ്റ്റ്യൻസ് കേൾക്കാറുണ്ടല്ലോ. ഓ പോട്, ആ കുഴപ്പമില്ല, പാടിക്കാം. എന്ത് പാട്ട്? അത് നെഞ്ചത്തൊടിക്കത് ആണോ? അറിയാമോ? വാക്കറിയില്ല. നെഞ്ചത്തോടിക്കത് നെഞ്ചത്തൊടിക്കത് നെഞ്ചത്തോടിക്കത് ജമനി 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 നെറ്റിക്കൊതിക്കത് നെറ്റിക്കൊടിക്കത് ജമനി 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 നെഞ്ചിൽ കാത് വെച്ച് നെഞ്ചിൽ കാതിൽ വെച്ച് ജമനി 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 ജമനി. Not bad. Absolutely nice. Seriously happening. Gemini 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 Gamini 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 കാതലിക്ക് അത് വരില്ല. ഈ പ്രോഗ്രാം കഴിയുന്ന തീരുന്ന മുമ്പ് അത് നമ്മൾ തീർച്ചയായിട്ടും പാടും. ഏത് മറ്റ് ഹൈ പിച്ച്? അതാണ്. അത് ശ്രുതിന്റെ റേഞ്ചിന്റെ പ്രോബ്ലം. റേഞ്ചില്ല, പാട്ട് വരുന്നുണ്ട്. സൂപ്പർ ഡൂപ്പർ. താങ്ക് യു. ഇത്രയും നല്ലൊരു അവസരം കിട്ടുന്ന ഞാൻ വിചാരിച്ചില്ല പാട്ട് പഠിക്കാൻ. ശരി, ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ പറയൂ. എന്തെങ്കിലും അതിന്റെ ഇടയിൽ കല്യാണം കഴിഞ്ഞു എന്നും കൂടി നമ്മൾ കേട്ടു, അല്ലേ? അതിന്റെ ഒരു സ്റ്റോറി ഉണ്ട് എന്ന് ഞാൻ കേട്ടു. അതാണ്. അതെന്താണ്? ഈ പറഞ്ഞ മാതിരി മാം പ്രോഗ്രാം അവതരിപ്പിച്ച അമ്പലത്തില് ചെറുത് തൊട്ടിട്ട് അവിടെ പരിപാടികളൊക്കെ അവതരിപ്പിക്കാറുണ്ട്. എന്റെ വീടിന്റെ 2-3 വീടിന്റെ അപ്പുറത്ത് ആണ് എന്റെ ഹസ്ബൻഡിന്റെ വീട്. അപ്പം പുള്ളിക്ക് എന്നെ നേരത്തെ അറിയായിരുന്നു. ഇതിന്റെ മുമ്പ് കണ്ടിട്ടുണ്ടോ? പുള്ളി എന്നെ കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. ഇല്ല, കാരണം ഇവിടെ ആയിരുന്നില്ല. അവര് ജംഷഡ്പൂർ ആയിരുന്നു. 2018 ഇവിടെ വന്ന് സെറ്റിൽ.
ചമത്തായതുകൊണ്ടല്ല മാം, ഞാൻ കണ്ടിട്ടില്ല. ലൈക്ക് അവരുടെ കസിൻസിനെയൊക്കെ എനിക്കറിയാം. അങ്ങനെ സംസാരിച്ചു തുടങ്ങി. പിന്നെ മെല്ലെ എന്റെ പാട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. പിന്നെ അതൊരു പ്രപ്പോസലായി. അങ്ങനെ അത് ഫാമിലീസ് തമ്മില് സംസാരിച്ചു, അങ്ങനെ ഒരു കല്യാണത്തിലേക്ക് എത്തി. അതെ. അപ്പൊ എന്തായാലും നമുക്കൊരു ആ ഒരു കൂട്ടുകൂടിയ കൂട്ടുകാരൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ദാ ഇരിക്കുന്നു ആ കൊച്ചു കള്ളനെ. നമുക്ക് ആ ആളെ കൂടി ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം എല്ലാവർക്കും വലിയൊരു നമസ്കാരം. റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ശ്രുതിയുടെ ഹസ്ബൻഡിനെ തന്നെ പരിചയപ്പെടാം. പേര് അച്യുത് നായരാണ് മാഡം. അച്യുത് മാമ ഞങ്ങൾ പല സിനിമയിലും കേട്ടിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഈ അമ്പലത്തിൽ ആദ്യം കേട്ട പാട്ട് ഏതാന്ന് ഓർമ്മയുണ്ടോ? ശ്രുതി പാടിയ ആദ്യ പാട്ട്, പഴയൊരു ഓർമ്മ. മുരുകന്റെ അമ്പലം ആയതുകൊണ്ട് മുരുകന്റെ പാട്ട് തന്നെ ആയിരുന്നു. ഏത് മുരുകൻ പാട്ടായിരുന്നു? ഞാൻ വിടുന്നില്ല. ഏത് ഡ്രസ് ആയിട്ടിരുന്നേന്ന് ഓർമ്മയുണ്ടോ? എനിക്ക് തോന്നുന്നു ആ പാട്ട് കേട്ടേ ഇല്ല, അങ്ങനെ ജസ്റ്റ് കണ്ട് ഫിനിഷ്. അതെ, അപ്പൊ അങ്ങനെ കണ്ടെങ്കിൽ ശ്രുതി ഏത് ഡ്രസ്സിലായിരുന്നു അന്നുണ്ടായിരുന്നേ? കളർ പിങ്ക് ആയിരുന്നു. ആണോ? കറക്റ്റ്. അത് എന്തായാലും ഒരു രക്ഷപ്പെട്ടു. അതെ. പിങ്ക് ഡ്രസ്, മുരുകൻ പാട്ട് കൊള്ളാം. ഇനി അടുത്ത ആളെ പരിചയപ്പെടാം. നമസ്കാരം. ശ്രുതിയുടെ മദറിൻലോ ആണ്. ശ്രുതിയുടെ മദറിൻലോ ആണ് പാർവതി. അച്യുത് മാമന്റെ അമ്മ. അതെ. ഇനി ശ്രുതിയുടെ അമ്മ പേര് മാലിനി. അപ്പൊ ചേച്ചി ഹൗസ് വൈഫ് ആണോ? അതെ അതെ, ഹൗസ് വൈഫാണ്. എന്തായാലും ഒരുപാട് സന്തോഷം നിങ്ങളെ കാണാൻ സാധിച്ചതിൽ. ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് ശ്രുതി കിട്ടിയിരിക്കുന്നത്.